ഇതിപ്പോ രാജാവിന്റെ മകനിൽ മോഹൻലാൽ വായിച്ചിരുന്ന വെച്ചാൽ നിസഗമ പനി സിനിമയിൽ അഭിനയിച്ച പിയാനോ. ഓക്കെ, Silent night, holy night, all is calm, all is bright, round your virgin mother and son, holy infant so tender and mild, sleep in heavenly peace, sleeping heavenly peace. ഈ ജൂബിലി റോഡിൽ വന്നപ്പോൾ വേറൊരു അത്ഭുതവും കൂടി കണ്ട്. ഒരു പുൽക്കൂട്. ഞാൻ ഈ പുൽക്കൂട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ പുൽക്കൂടിൽ കുറെ അത്ഭുതങ്ങളുണ്ട്. JBC എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബിന്റെ ഒരു മെയിൻ കോർണറാണ്. ഞങ്ങളെല്ലാം ഗ്യാദർ ചെയ്യുന്ന ഒരു കോർണർ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് എൻ്റെ എന്നുള്ള ഒരു ഇതല്ല, ഞാനാണ് ഒരു ഐഡിയ കൊണ്ടുവന്നത്. പക്ഷെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മൾ JBC പറഞ്ഞ എല്ലാ ആൾക്കാർക്കും കാണാവുന്ന വിധത്തിൽ നമ്മളൊരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ചെയ്തതാണ്. അതാണ് ആക്ച്വലി. അപ്പൊ ഇതൊരു ഞങ്ങളെ JBCയുടെ തന്നെ ഒരു പുൽക്കൂടാണിത്. മനസ്സിലായ? അപ്പൊ എല്ലാവരുടെ സഹകരണങ്ങളും അതിന്റെ പുറകെ ഉണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ശരിക്കും ഈ പുൽക്കൂടിന് കുറെ സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സുനില്. ഇത് ആക്ച്വലി ഇതൊരു അപ്രൈറ്റ് എന്ന് പറയുന്ന ഒരു പിയാനോ ആണ്. അപ്രൈറ്റ് എന്ന് പറയാം, ഗ്രാൻഡ് പിയാനോ, അപ്രൈറ്റ് പിയാനോ. ശബ്ദം കേൾക്കുമോ? ഇത് നമ്മൾ ഓരോ സ്ട്രിങ്ങുകളും നമ്മൾ ഓരോ കീയിലോട്ട് ബന്ധപ്പെടുത്തിയേക്കുന്നുണ്ട്. ഇതൊരു ഒറിജിനൽ പിയാനോ ആണത്. ഡിറ്റൂണാണ് ആക്ച്വലി. ഇപ്പം ഡിറ്റൂണാണ്, പക്ഷേ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളൊരു പുൽക്കൂട്ടിന് വേണ്ടിയിട്ട്, ആറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒന്ന് സ്ട്രിങ്സ് ഞാൻ ഈ മൈക്ക് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഒരേ സ്ട്രിങ് തട്ടുമ്പോൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹയസ്റ്റ് വോളിയം ആണ്. ഇതെല്ലാം ഇത് അപ്രൈറ്റ് എന്ന് പറയുന്ന ഒരു പിയാനോ ആണ്. അതിന്റെ കീസ് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മള് പുൽക്കൂട് സെറ്റ് ചെയ്തേക്കണത്. കീസ് എല്ലാം മാറ്റിയിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ. ഇവിടെയാണ് കീസ് വരുന്നത്. കീസിൽ അടിക്കുമ്പോൾ അത് ലിവർ ചെയ്ത് ഹാമർ ചെയ്തിട്ടാണ് ഇവിടെ പോയി അടിക്കുമ്പോഴാണ് ശബ്ദം വരുന്നത്. എൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ പിയാനോ റെൻ്റൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഗ്രാൻഡ് പിയാനോ ഒക്കെ നമ്മൾ ഗ്രാൻഡ് വെഡ്ഡിങ് വരെയുള്ള ഇതിന് പ്രോപ്പർട്ടി ആയിട്ടും അതേപോലെ വെഡ്ഡിങ് ഷോസിനും സ്റ്റേജ് ഷോസിനൊക്കെ നമ്മൾ പിയാനോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഗ്രാൻഡ് പിയാനോസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിയാനോസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെരി ഓൾഡായിട്ട് 100 വർഷം പഴക്കമുള്ള ഒരു പിയാനോ നമ്മുടെ കയ്യിൽ വന്ന് പെട്ടതാണ്. ഇതിപ്പോ രാജാവിന്റെ മകനിൽ മോഹൻലാൽ വായിച്ചിരുന്ന വെച്ചാൽ നിസഗമ പനി പാട്ടൊക്കെ പാടുന്ന സംഭവമാണ്. സിനിമയിൽ അഭിനയിച്ച പിയാനോ, മോഹൻലാൽ വായിച്ചൊരു പിയാനോ ആണ്. അപ്പൊ അതിന്റെ ഒരു ഏകദേശം അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിനെ പുറത്തോട്ട് ഇറക്കിയിട്ടിട്ട് നമ്മള് രൂപമാറ്റം വരുത്തിയാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയത് നന്നായി. അത് ഒരു രസമല്ലേ? അതെ അതെ അതെ. ഇത് കഴിഞ്ഞാൽ ഇനി വേറെ രൂപത്തിൽ വരുമല്ലേ? അത് തീർച്ചയായിട്ടും അത് വേറെ രൂപത്തിലോട്ട് പുറത്തോട്ടിറങ്ങും. ഏതായാലും ഈ പുതുവത്സര ആ സമയത്ത് തന്നെ ഇവിടെ വരാനും ഇവരെ കാണാനും അതുപോലെ ഈ ഒരു പുൽക്കൂട് കാണാനും അതുപോലെ സുനിലിൻ്റെ മോളാണ് അന്നയുടെ നല്ലൊരു പാട്ട് കേൾക്കാനും സുനിലിൻ്റെ കുറേ ഒരു ഗിറ്റാറിൻ്റെ ഒരു സംഗീതം കേൾക്കാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ? വലിയൊരു കാര്യമായി. തീർച്ചയായും. ഏതായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.